ഇന്ന് രാത്രി വിരിയാനുള്ള ഫ്ലവറാണ്. ഇന്നൊരു 9 മണിയാകുമ്പോഴേക്ക് ഇത് വിരിയും രാത്രി. മഴ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കവറിട്ട് വെച്ചിരിക്കുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ ഇതാവില്ല. ഇതൊക്കെ കഴിഞ്ഞാൽ മഴ വന്നപ്പോൾ പോളിനേഷൻ ചെയ്യാൻ പറ്റാത്ത വളരെ ഫ്രൂട്ട് ചെറുതായിരിക്കും. ഇത് പോളിനേഷൻ ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഇത് കണക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട് വളരെ ചെറുതായിപ്പോയി. അതുകൊണ്ട് ഒക്കെ കവറിട്ട് വെച്ചിരിക്കുക. ഇത് ഫ്രൂട്ട് ഇപ്പം വലിക്കില്ല. ഇത് കുറച്ച് പോളിനേഷൻ ആയിട്ടുണ്ട്. ഇത് ഇന്ന് രാത്രി വരും. 9 മണിക്കും വരും. നമ്മൾ കവറിട്ട് വെച്ചിട്ടുണ്ട്. മഴ ഏത് നിമിഷവും മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാലത്ത് പോളിനേഷൻ കവർ വരിയിട്ട് പോളിനേഷൻ ചെയ്യും. ആ നേരത്ത് മഴയുണ്ടെങ്കിൽ അത് കണക്കന്നെ വെച്ചിരുന്ന അവയെ തന്നെ പോളിനേഷൻ ആയിക്കോളും. കൂടി പോരാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മെക്സിക്കൻ ബ്രെഡാണ് ഇത്. ഇട്ടിട്ടുണ്ട്. കൂടി ശരിക്കും വേണ്ടിട്ടുണ്ട്. ഇത് ഇല്ല, മെക്സിക്കൻ ബ്രെഡാണ്. മഴ ആയതുകൊണ്ട് കവറിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം മഴ മാറിയപ്പോൾ കവറെടുത്താണ്. പിന്നെ ശരിക്കും ഗ്രാഫ്റ്റിംഗ് ആയിട്ടുണ്ട്. അതാണ് മെക്സിക്കൻ ബ്രെഡിൻ്റെ ഫ്ലവർ. മെക്സിക്കൻ ബ്രെഡ് അതിൻ്റെ ഫ്ലവർ അങ്ങനെ. ഇതെല്ലാം വെറൈറ്റിയുടെ ഫ്ലവർ അധികം ഇങ്ങനത്തെയാണ്. ചില വെറൈറ്റികൾ മാത്രം വ്യത്യസ്തമായ ഫ്ലവർ കളറും ഒക്കെ ഉള്ളു. നല്ലോണം ഇപ്പം ഇവിടെ ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റെഡ് ചൈന. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലവറിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. പക്ഷെ അത് ഫ്ലവർ ആയില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായി. പക്ഷെ അത് ഫ്ലവർ ആയില്ല. മഴയായിരുന്നു. പോളിനേഷൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തരം മഴ തന്നെയാണ്. ഇപ്പോഴും ഇന്നും മഴ തന്നെയാണ്. കവറിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ എങ്ങനെയാണ് ഞാനത് ഫ്രൂട്ടാക്കി എടുക്കും. ഇതിന് സെൽഫ് പോളിനേഷനാണെന്നും പറയുന്നുണ്ട്, ക്രോസ് പോളിനേഷൻ ആണെന്നും പറയുന്നത്. എന്തായാലും ഇത് ഒന്ന് ക്രോസ് പോളിനേഷൻ ചെയ്യും. കാരണം വേറെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. വേറൊരു ഫ്ലവർ കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോളിനെടുത്ത് തിരിക്ക് ഇടാനുള്ള ഐഡിയ. ഇന്ന് രാത്രി എന്തായാലും ഒന്ന് പോളിനേഷൻ ചെയ്യണം. പിന്നെ ഇവിടെ വേറൊരു മോളിന് ഇതൊന്ന് വിരിയും. ഇതിൻ്റെ പോളനെടുത്തിട്ട് വിടണം. ഇതും ഇന്ന് വിരിയണതാ. എല്ലാം മഴയാണ്. ഇതിനും കവറിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വിരിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പോളനെടുത്തിട്ട് റെഡ് ജൈനയുടെ ഫ്ലവറിലിടണം. എന്തായാലും അത് റെഡ് ജൈന ഒന്ന് ഫ്രൂട്ടാക്കി എടുക്കണം. അത് നോക്കണം.
റെഡ് വേറെ ഓർബിട്ട് വരുന്നുണ്ട്. അത് ഇന്നൊക്കെ ആവില്ല, ഇത് നാളെ മറ്റന്നാളൊക്കെ ആവുള്ളൂ. ഇത് ഫ്രൂട്ട് പറഞ്ഞ ആയി ഏകദേശം പൊട്ടിക്കാറായിട്ടുണ്ട്. ഏത് വെറൈറ്റിന്ന് കറക്റ്റ് അറിയില്ല. ഇതുപോലെ ആമസോണിൽ കൊണ്ട് മേടിച്ചതാണ്. വെറൈറ്റി ആണെന്ന് അറിയില്ല. അപ്പോൾ ഇത് പൊട്ടിച്ച് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വെറൈറ്റീനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ. നല്ലതല്ലെങ്കിൽ ഇത് കളഞ്ഞ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. പിന്നെ വേറൊരു ബ്രാഞ്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നു. അതുപോലെ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണ്. അത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു നല്ല നല്ല വെറൈറ്റീസ് 21 ബിറ്റ്സ് വിലയുള്ളതിനും ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നു. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഇനി വൃക്ഷകാരം കൂടിയതാണ് ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ലെമൺ യെല്ലോ പാതിയായിട്ട് മുട്ടിട്ടതാണ്. എവിടെയൊക്കെ മുട്ട വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മുട്ടാണത്. അറിയില്ല ഇത് പിടിക്കില്ലെന്ന് അറിവായിട്ടില്ല. ഇതിപ്പോൾ ഒരു വർഷമായതാണ്. കറക്റ്റ് ഒരു വർഷമായതാണ്. എല്ലാം ഒരേ വർഷമായതാണ്. എല്ലാം ഒരേ സമയത്ത് വെച്ചതാണ്. പക്ഷേ ഇതൊക്കെ സ്ലോ ഗ്രോത്താണ്. കണ്ടോ, ലെമണിലൊക്കെ സ്ലോ ഗ്രോത്താണ്. അതുകൊണ്ട് ഇത് ഇത്ര ആയിട്ടുള്ളൂ. അധികം ബ്രാഞ്ചസ് വന്നിട്ടില്ല. അത് ലിസ ഇപ്പോൾ ഫ്ലവർ ഇട്ടിട്ടില്ല. അതൊക്കെ ഒന്നിച്ച് വെച്ചതാണ്. അതും സ്ലോ ഗ്രോത്താണ്. ലിസ വെറൈറ്റി എന്നുള്ളത് അത് ലിസയാണ്. ലിസ വെറൈറ്റി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇത് ഇന്നലെയൊക്കെ ഫ്ലവറായി പാടിയതാണ്. ഇത് ജംബോ റെഡാണ്. ഇന്നലെ ഫ്ലവറായിട്ട് പാടിയതാണ്. ഇന്ന് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇത് റെഡ് ജൈനയുടെ വീണ്ടും മുട്ടുകൾ എടുക്കുന്നുണ്ട്. ഫ്ലവറായി വരുന്നുണ്ട് ഇന്ന് രാത്രി. അപ്പോൾ ഇതിൻ്റെ പോളനെടുത്തിട്ട് റെഡ് ജൈനെ വിടണം. വെച്ചിട്ട് കാണിക്കാം. ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു. ഒന്ന് കവറിട്ട് വെച്ചാണ് വരുന്നത്. നേരം കൊടുത്തപ്പോൾ കവർ എടുക്കുന്നത്. പോളിനേഷനൊക്കെ നടക്കട്ടെ. എല്ലാം കവറിട്ട് വെച്ചിരിക്കും. റെഡ് ജൈന ഇത് ആദ്യത്തെ ഫ്ലവർ ഇതുപോലെയാണ്. മഴയത്ത് ഫ്രൂട്ടാവാതെ പോയി. ഇത് രണ്ടാമത്തെ ഫ്ലവറാണ്. ഇതെങ്ങനെ ഫ്രൂട്ടായി കിട്ടുമെന്ന് വിചാരിക്കണം. റെഡ് ജൈന ഇനി ഒത്തിരി മഴ മാറി നിൽക്കണം. ഇനി വല്ല ഹണിയൊക്കെ പറന്ന് വരാണെങ്കിൽ പോളിനേഷൻ ചെയ്ത് നോക്കണം. ഇന്ന് പോളനുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടോയെന്ന് അറിയാൻ പറ്റണില്ല. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇത് നിർത്തുന്നില്ല, അത് പൊട്ടിക്കാൻ പോകും. ഏതാ വെറൈറ്റിന്ന് കറക്റ്റ് അറിയില്ല. ഇത് ആമസോണിൽ നിന്ന് മുൻകാലങ്ങളിൽ മേടിച്ചതാണ്. ഇതിന് ഏതായാലും പൊട്ടിച്ച് ഇത് കഴിച്ച് നോക്കി സീറ്റ് അല്ലെങ്കിൽ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വേറെ സീറ്റുള്ള ഇനങ്ങളായി മാറ്റും. ആൾക്കാരെ ഇതിപ്പോൾ പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്തുകൊണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. മധുരമില്ലെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ ഒഴിവാക്കി അതിൽ വേറെ നല്ല മധുരമുള്ള ഇനം ഗ്രാഫ്റ്റ് ചെയ്യും. ചെറുതേനീച്ചകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുതേനീച്ചകളുണ്ട്. ഇപ്പോൾ സമയം 9 മണി ആവാറായി. കൂമ്പി തുടങ്ങിയ പ്രാവശ്യം ചെറുതേനീച്ചകൾ എല്ലായിടത്തും പറന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെറുതേനീച്ചകളുണ്ട് പറക്കുന്നുണ്ട്. ഇതിൻ്റെ റെഡ് ജൈനയിലുണ്ടോ നോക്കട്ടെ. റെഡ് ജൈനയിലുണ്ട്. ഈച്ചകൾ പറക്കുന്നുണ്ട്. റെഡ് ജൈന ഫ്ലവർ
ആയില്ല, നല്ല മഴയാറുണ്ട്. പീസ് മഴ രാത്രി ഉണ്ടായത് ഇതിലൊന്നും കവറിട്ട് വെച്ചുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഒരാളിനടുക്കാൻ ചെറിയ ചെടി വന്നിട്ടുണ്ട്. എന്തായാലും നോക്കത്തവണ ഫ്രൂട്ടാവുമെന്നുള്ളത് മുറിക്കാൻ പോകണം. അതിന് മധുരം ഉണ്ടോ എന്ന് നോക്കാം. മധുരം ഇല്ലെങ്കിൽ നമ്മളത് ആ പ്ലാന്റ് മാറ്റി വേറെ പുതിയ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കും. മധുരമുള്ളത് ഏതാണെന്ന് അറിയില്ല, ഇത് വെറൈറ്റി അറിയില്ല. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയില്ല. ആമസോണിൽ നിന്ന് മേടിച്ചതൊന്നും ഇതുവരെ നല്ലതായിരുന്നില്ല. അതുകൊണ്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് പറയാം. നല്ല കളറൊക്കെ ഉണ്ട്. റോസ് കളറാണ്, ഇത്തിരി റെഡ് കളർ. കഴിച്ചോട്ടെ. ചെറിയ മധുരമുണ്ട്, ചെറിയ മധുരമുണ്ട്. ഫ്രൂട്ട് വളരെ ചെറുതാണ്. എന്നാലും മലേഷ്യൻ റെഡിനേക്കാളൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. മലേഷ്യൻ റെഡ് കഴിച്ചപ്പോൾ അത്ര ഗുണമില്ല. അതുപോലെ മെക്സിക്കൻ റെഡും കഴിച്ച് നോക്കി, അതിനേക്കാളൊക്കെ കുറച്ചും ബെറ്ററുണ്ട്. അതിലും മധുരമുണ്ട്. ഏതാണ്ട് ബ്രിക്സ് വാല്യൂ പറയണ ഒരു 15 ഉണ്ടാവും. ബ്രിക്സ് വാല്യൂവിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ നോക്കിയിട്ട് ഏകദേശം ഒരു 14-15 ബ്രിക്സ് വാല്യൂ കാണും. എന്നുവെച്ചാൽ മധുരം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് മധുരം. മലേഷ്യൻ റെഡ് കഴിച്ചപ്പോൾ അങ്ങനെ മധുരം ഒന്നും അങ്ങനെ എടുത്ത് കാണിച്ചിരുന്നില്ല. ഉണ്ടോ ഇല്ല എന്നൊരു സംശയം പറയുന്ന മധുരം. പക്ഷെ ഇതിന് മധുരം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. മധുരമുള്ള പോലെ തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുഴപ്പമില്ല. തൽക്കാലം ഇതിനെ കളയുന്നില്ല, അങ്ങനെ ഇരിക്കട്ടെ.